ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എല്ലാവരും ലഞ്ച് കഴിച്ചോ? എനിക്ക് തോന്നുന്നത് രണ്ട് സെഷൻ ഭയങ്കര എപ്പോഴും പ്രോബ്ലമാണ്. ഒന്ന് ലഞ്ചിനോട് അടുക്കുന്നതും പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ടുള്ളതൊരു ഉറക്കം ഉറക്ക ചടവോടുകൂടി ആയിരിക്കും എല്ലാവരും. എനിവേ, സോ as she mentioned, like my name is Nasif, like I'm part of Kerala Startup Mission in the last 8 to 9 years. I hope like everyone heard about Kerala Startup Mission. അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കൈവക്കാമോ? Okay. So basically it's a government nodal agency for promoting the technology based ആയിട്ടുള്ള entrepreneurship support ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. സോ വി ആർ ബിൽഡിംഗ് ആൻ ഇന്നോവേഷൻ എക്കോസിസ്റ്റം ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ലാസ്റ്റ് 11 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻസിയാണ്. സോ ഇന്നത്തെ ഈ പാനൽ അല്ലെങ്കിൽ ഈ ഫയർ സൈഡ് ചാറ്റിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആൻഡ് വാട്ട് നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എവല്യൂഷൻ വെച്ച് തന്നെ തുടങ്ങാം. കാരണം 2006 to 2014 അതാണ് ഒരു ഫസ്റ്റ് ഒരു ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5ാമത്തെ ഫേസിലൂടെയാണ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റിൽ കേരളത്തിൽ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ ആദ്യത്തെ ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് മോബ്മി എന്നൊക്കെ പറഞ്ഞ് 2006 എമർജ് ചെയ്തു. ടെക്നോപാർക്ക് TBA എന്ന് പറഞ്ഞൊരു ഇൻക്യുബേറ്റർ ഫോമായി. അവിടെ നിന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജ്, അങ്ങനെ ഒരു 2006 to 2012-2014 വരെയൊക്കെ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2014 എൻ്റെ ആയപ്പോഴത്തേക്കുമാണ് കേരള ഗവൺമെൻറ് തോന്നി ഒരു ഗവൺമെൻറ് നോഡൽ ഏജൻസി സെറ്റപ്പ് ചെയ്യാം. കാരണം ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു കൾച്ചർ അപ്പോഴത്തേക്കും പതിയെ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രണർഷിപ്പ് കൾച്ചർ ബിക്കോസ് ഓഫ് ദ സ്റ്റാർട്ടപ്പ് വില്ലേജ്. ദാറ്റ് വാസ് ദ PPP, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലുള്ള ഇൻക്യുബേറ്റർ ആയിരുന്നു. അങ്ങനെ 2014 ഒരു സെക്കൻഡ് ഫേസിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഫേസിൽ ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്തെങ്കിൽ അതിൽ കൂടുതലും കോളേജ് ലെവൽ IEDC ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് വഴിയും സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രണർഷിപ്പ് അങ്ങനെയുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തു. രണ്ടാമത്തെ ഫേസിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് എന്താ പറയുക, അതൊരു സിസ്റ്റം ബിൽഡിംഗ് അപ്രോച്ചിലേക്കായി. നമുക്ക് കൂടുതൽ ഇൻക്യുബേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളായി. അത് കഴിഞ്ഞ് അത് 2014 to 2018 ഓപ്പറേറ്റ് ചെയ്തു. 2018 ആയപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് കൊച്ചിയിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇന്നോവേഷൻ ഹബ്, ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് ടു ഡിജിറ്റൽ ഹബ്, ഫാബ് ലാബ് അങ്ങനെയുള്ള കാര്യങ്ങൾ 2018 to 2022 ചെയ്തു. പിന്നെ ഒരു 3ാമത്തെ ഫേസ് കഴിഞ്ഞ് 4ാമത്തെ ഫേസിലേക്ക് 2022 to 2024 4ാമത്തെ ഫേസിലേക്ക് നമ്മൾ കൂടുതലും ഗ്ലോബൽ കണക്റ്റ്. കാരണം സ്റ്റാർട്ടപ്പിന് സ്കെയിൽ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രമല്ല അതിനുവേണ്ടിയുള്ള കുറേ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹഡിൽ ഗ്ലോബൽ, മാർക്കറ്റ് ആക്സസ് പ്രോഗ്രാംസ്, ബിസിനസ് ഡെലിഗേഷൻസ് കാര്യങ്ങളായി. അത് കഴിഞ്ഞ് ഇപ്പം 5ാമത്തെ ഫേസിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കൂടുതലും ഒരു ഡീപ് ടെക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് എക്കണോമി, AI ആ ഒരു സെക്ടേഴ്സിലേക്കായി ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പല കാലങ്ങളിലായിട്ട് ഒരു 5 ഫേസുകളായിട്ട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പതിയെ പല പ്രോഗ്രാംസും സ്കീംസും വഴി ഇവോൾവ് ചെയ്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഇതെന്ന് വെച്ചാൽ ഒരു ഫയർ സൈഡ് ചാറ്റാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ് റമീസ് അലി. ഹീസ് ദ ഫോർമർ CEO ഓഫ് ഇൻട്രവെൽ ലേണിംഗ് ആപ്പ്. ഇപ്പോൾ റമീസിന് ഇൻട്രവെലിൽ നിന്ന് നല്ലൊരു സക്സസ്ഫുൾ എക്സിറ്റ് അടിച്ചു. അത് കഴിഞ്ഞിപ്പോൾ റമീസിന് ഇപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് CEO ഓഫ് ക്രേവ്. നമ്മുടെ നിവിൻ പോളിയായിട്ട് ചേർന്നൊരു ക്രേവ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് നമ്മുടെ കഴിഞ്ഞ ഹഡിൽ ഗ്ലോബലിന് ലോഞ്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ എവല്യൂഷൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻട്രോ കിട്ടിയിട്ടുണ്ടാവും. സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് കറൻ്റ്ലി 8,100ഓളം സ്റ്റാർട്ടപ്സിന് വേണ്ടിയുള്ള ഇൻക്യുബേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഫണ്ടിങ്, മെൻറ്ററിങ്, മാർക്കറ്റ് ആക്സസ്, കോർപ്പറേറ്റ് കണക്ട് പോലുള്ള സപ്പോർട്ടുകളാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എന്താണ്ട് 600-700 സ്റ്റാർട്ടപ്പ് ഉണ്ടായത് ഇന്നൊരു 8,000ഓളം സ്റ്റാർട്ടപ്പിലേക്ക് കഴിഞ്ഞൊരു 8-9 വർഷം കൊണ്ട് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും പുതിയതായിട്ട് തുടങ്ങുന്ന ടെക്നോളജി, ഇന്നോവേഷൻ, സ്കെയിലബിൾ ആയിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കമ്പനീസ് ഓരോ ദിവസവും പുതിയതായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റമീസിൻ്റെ ഇപ്പോഴത്തെ ഈ സ്റ്റാർട്ടപ്പ് ക്രിയേറ്റീവ് ടെക്കിലാണ്. അതിനെക്കുറിച്ച് റമീസ് ഒരു ചെറിയൊരു ഇൻട്രോ പറഞ്ഞിട്ട് കഴിഞ്ഞൊരു 6-7 വർഷം, എനിക്ക് തോന്നുന്നു ഇൻട്രോവിൽ തുടങ്ങുന്നത് ഒരു 2020-2021 ടൈമിലാണ്. കഴിഞ്ഞൊരു 6 വർഷം കൊണ്ട് എന്തൊക്കെ ചലഞ്ചസാണ് കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഫേസ് ചെയ്തത്, അത് വെച്ച് തുടങ്ങാം നമുക്ക്. ഒരു ഇൻട്രവലിനെ കുറിച്ച് നോട്ട് ഇൻട്രവൽ, ക്രൈവിനെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് ഇൻട്രോ പറഞ്ഞിട്ട് ഈ ഒരു ചലഞ്ചസിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ക്രൈവ് വളരെ ഏർലി സ്റ്റേജിലുള്ളൊരു സ്റ്റാർട്ടപ്പാണ്. അത് ക്രിയേറ്റീവ് ടെക് സ്പേസിലാണ്. അതായത് മോർ ഇൻ ടു ഗെയിമിങ്, ആനിമേഷൻ, VFX. അതൊരു സർവീസ് സെക്ടറായിട്ടല്ല, ബട്ട് കോർ IP ബിൽഡ് ചെയ്യാന്നുള്ളത്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് അടുത്ത GTA ബിൽഡ് ചെയ്യണം, അടുത്ത സ്പൈഡർമാൻ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ടോം ആൻഡ് ജെറി ബിൽഡ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് ക്രൈവ്. പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കോഫൗണ്ടേഴ്സ് കൊച്ചിയാണ്. നമ്മൾ കൊച്ചി ബേസ്ഡ് ആണ് ഇപ്പോൾ ബിൽഡ് ചെയ്യുന്നത്. ഇനി എവല്യൂഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
ഇപ്പം ഈ പറഞ്ഞതിൻ്റെ കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് നാസിഫ് പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക തന്നെയാണ് അതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു 4 വർഷം മുന്നേ വരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ കോവിഡ് സമയം വരെയെങ്കിലുമൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നോഡൽ ഏജൻസീസ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആവട്ടെ, KDISC ആവട്ടെ, അല്ലെങ്കിൽ KSIDC ആവട്ടെ, അല്ലെങ്കിൽ IEDCകളാവട്ടെ, ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും സ്റ്റാർട്ടപ്പ് തുടങ്ങൂ, നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർ ആവൂ എന്ന് മോട്ടിവേറ്റ് ചെയ്യുകയും അതിനെ ഇൻസ്പയർ ചെയ്യുകയും അതിന് സ്റ്റോറീസ്, നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ആക്ച്വലി മാറിയിട്ട് ഇന്ന് എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണം. അതായത് ഡോക്ടർക്ക് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണം, ലോയർക്ക് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണം, ടീച്ചർക്ക് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണം, ഈവൻ പൊളിറ്റീഷ്യൻസും സിനിമ ആക്ടേഴ്സും വരെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെത്തി. അപ്പോൾ അതാണ് ശരിക്കും ഈ പറഞ്ഞ എവല്യൂഷൻ്റെ ഒരു ആകത്തുക. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ പീരീഡ് കഴിഞ്ഞു, ഇനി നമ്മൾ സ്റ്റാർട്ടപ്സിനെ കുറിച്ചോ സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരാൾ ഫൗണ്ടർ ആവുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവുന്നതിനെ കുറിച്ചോ സംസാരിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കെയിലിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ IPOകളെ കുറിച്ചും പ്രോഫിറ്റിനെ കുറിച്ചും ഗ്ലോബൽ എക്സ്പാൻഷനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ട ഒരു സമയമാണ്. അതാണ് ആകത്തൊക്കെ ഒരു ബേസിക് എവല്യൂഷനിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചാലഞ്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചേഞ്ച് അത് തന്നെയാണ് ശരിക്കും ചാലഞ്ചും. അതായത് എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണം, എല്ലാവരും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവുന്നതിന് തെറ്റൊന്നുമില്ല, എല്ലാവരും ട്രൈ ചെയ്യണം, അത് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തിന് സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. പക്ഷേ ചാലഞ്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ആദ്യം പറയേണ്ട ഒരു ചാലഞ്ച് എന്നുള്ളത്. അതായത് എന്തിന് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ പലർക്കും പല ഉത്തരം. അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അതായത് ശരിക്കൊരു സംരംഭത്തിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഡെസ്പറേറ്റ് ആയിട്ടൊരു പ്രോബ്ലം അവർ മുന്നിൽ കാണുന്നു, ആ പ്രോബ്ലം സോൾവ് ചെയ്യാത്തതിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ബിൽഡ് ചെയ്യുന്നു, ആ ബിൽഡ് ചെയ്ത സൊല്യൂഷൻ ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ ആക്കുമ്പം അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സായി മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ബിസിനസ്സുകളൊക്കെ ഉണ്ടാവുന്നത്. ഈവൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ആരെങ്കിലും തുടങ്ങുന്നതാണെങ്കിൽ പോലും ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു പെനിട്രേഷൻ കൂടിയത് കൊണ്ട് തന്നെ ഇപ്പം ഞാനുൾപ്പെടെ ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാണെന്നാണ് നാസിഫ് എല്ലായിടത്തും പറയുന്നത്. കാരണം ഞാൻ ജെൻസി അല്ല ആക്ച്വലി, ബട്ട് ജെൻസി ഉൾപ്പെടെ അതുപോലെ സില്ലേനിയൽസ്, ആ മില്ലേനിയൽസിൻ്റെ അവസാന കാലഘട്ടത്തിലുള്ളവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വയസ്സായ കുട്ടി സക്സസ്ഫുൾ ആവുന്നു, 20 വയസ്സായ കുട്ടിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ആവുന്നു, അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്ത ഒരാൾ കോടീശ്വരനാവുന്നു. ഇത്തരം സ്റ്റോറീസ് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ പലർക്കും സംരംഭകനാവുന്നതിൻ്റെ റീസൺ പലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തുടങ്ങുന്ന സ്റ്റാർട്ടപ്സിൽ നല്ലൊരു ശതമാനം സ്റ്റാർട്ടപ്സിനും ഫണ്ടമെൻ്റൽസ് ഇല്ല, അവർക്കൊരു വിഷനറി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ഡിസ്ട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ അങ്ങനെ ആ ഡിസ്ട്രാക്ഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാർട്ടപ്സ് കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് സ്റ്റോറീസിനെ ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഫെയിലിയർ സ്റ്റോറീസും ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ആ ഏരിയാസിലൊക്കെ കുറച്ച് ബോധവൽക്കരണം നടക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഞാൻ ചാലഞ്ച് ഒരുപാടുണ്ട്, അതിലൊരു ചാലഞ്ച് കറൻ്റ്ലി ഉള്ളൊരു ചാലഞ്ച് ഞാൻ ഇതായിരിക്കും പറയാം. ഇപ്പോൾ ഞാൻ ഈ കൾച്ചർ ഇപ്പോൾ ഈ എവല്യൂഷൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ എവല്യൂഷൻ മാറുന്നതിൽ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഇപ്പോൾ ചലഞ്ചിനോട് തന്നെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ 2016 കേരളത്തിലൊരു ഫസ്റ്റ് ഒരു അക്വിസിഷൻ, സ്റ്റാർട്ടപ്പ് അക്വിസിഷൻ നടക്കുന്നത്. ഏതാണ് ആ സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2016 കേരളത്തിൽ ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പ് അക്വിസിഷൻ നടന്നത് പ്രൊഫോണ്ടിസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അന്നത് കേരളത്തിലെ അർജുൻ ആർ പിള്ളെ കേട്ടിട്ടുണ്ടോ? അർജുൻ ആർ പിള്ളെ, ഡോക്കറ്റ് സൂമിൻ്റെ ഫൗണ്ടർ. ഓക്കെ, അതിപ്പോൾ പുള്ളിയുടെ 4ാമത്തെ 5ാമത്തെ സ്റ്റാർട്ടപ്പാണ്. പുള്ളിയുടെ ആദ്യത്തെ കമ്പനിയാണ് പ്രൊഫോണ്ടിസ്. എനിക്ക് 2009 2010 ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി ഇൻഫോസിസിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് തുടങ്ങിയൊരു കമ്പനിയാണ്. ഇപ്പോൾ 2016 അന്ന് കേരളത്തിലെ ആദ്യത്തെ ഒരു അക്വിസിഷനാണ്. ഫുൾ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ US ബേസ്ഡ് കമ്പനി അക്യൂർ ചെയ്യുമ്പോൾ അന്ന് കേരളത്തിലെ എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജ് ന്യൂസാണ്. വലിയ എമൗണ്ട് ഞാൻ പറയുന്നില്ല, അന്നത്തെ ഒരു കുഴപ്പമില്ലാത്തൊരു ഗുഡ് എമൗണ്ട് ആയിരുന്നു. ആ ഒരു അക്വിസിഷൻ ന്യൂസ് എല്ലാ പത്രവും ക്യാരി ഫോർവേഡ് ചെയ്തു. കാരണം കേരളത്തിൽ അതുവരെ നടന്നിട്ടില്ല. ഇന്ന് അതിൻ്റെ ഒരു 10x അല്ലെങ്കിൽ ഒരു 50x ഉള്ളൊരു അക്വിസിഷനോ ഇൻവെസ്റ്റ്മെൻറ്റോ ന്യൂസ് വരുമ്പോൾ നമ്മൾ കാണുന്നത് എവിടെയാണ്? 7ാം പേജിൽ 2ാം കോളത്തിലൊരു ചെറിയ ബോക്സ് ന്യൂസായിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു 8 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് വലിയൊരു എല്ലാ പത്രവും ഒരു PR-ഉം കൊടുക്കാതെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ന്യൂസ് ഇന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളും ഫണ്ടിങ് അല്ലെങ്കിൽ പുതിയതായ സ്റ്റാർട്ടപ്പുകളും തുടങ്ങുന്നു. ഈ ഒരു കൾച്ചർ ചേഞ്ചാണ് ഇന്ന് പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകളുടെ മൈൻഡ് സെറ്റും ഇത് മാറിയത്. റമീസിനോടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ
ഇൻ്റർവെല്ലിൽ നിന്ന് ക്രൈവിലേക്ക് എത്തിക്കുമ്പോൾ ഇപ്പോൾ ചലഞ്ചസ് പറഞ്ഞു. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പല സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോസിൽ തന്നെ സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ. ഇപ്പം ചിലത് നിങ്ങൾക്കത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ചിലത് നമ്മൾ ചെയ്തത് ചിലത് എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ക്യാറ്റർ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റാർട്ടപ്പിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇതിൽ വർക്കായി എന്ത് വർക്കായില്ല എന്നൊരു തോന്നലുണ്ടോ? ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നുള്ള രീതിയിൽ പറയുന്നില്ല. കേരള സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഹെവിലി വെഞ്ചർ ഫണ്ട് ബാക്ക് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം അല്ല. അതായത് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഒരുപാട് അമേരിക്കൻ കമ്പനികളിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു എക്കോ സിസ്റ്റം അല്ല. നമ്മളൊരു സെൽഫ് മെയ്ഡ് എക്കോ സിസ്റ്റമാണ്. അപ്പം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ എഡ്ടെക്സ് ആണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഒരു യാഥാസ്ഥിതയാണ്, സത്യാവസ്ഥയാണ്. അപ്പോൾ എഡ്ടെക് എന്തുകൊണ്ട് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എഡ്ടെക്കിന് മാത്രം കൂടുതൽ റവന്യൂ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഒരുപാട് റീസൺസിലെ മേജർ റീസൺ നമ്മുടെ ഡയസ്പോറയാണ്. അതായത് നമുക്ക് GCC കൺട്രീസിലേക്കുള്ള ആക്സസ്, GCC കൺട്രീസിൽ നിന്നും NRIs ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അവരവരുടെ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. കേരളത്തിൽ ബേസിക്കലി 2 തരം ആളുകളാണുള്ളത്. ഒന്ന് വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും. ഈ 2 പേർക്കും വിദ്യാഭ്യാസത്തിന് വില അറിയുന്നതുകൊണ്ട് എല്ലാവരും വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ എഡ്ടെക്കിൻ്റെ ഓപ്പർച്യൂണിറ്റി. അപ്പം ഇത്തരത്തിൽ കുറേ സെൽഫ് മെയ്ഡ് ഇൻഡസ്ട്രികളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ സെൽഫ് മെയ്ഡ് ഇൻഡസ്ട്രികൾ ഈ പറഞ്ഞ പോലെ തന്നെ വെഞ്ചർ ബാക്ക്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്യുകയും നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുകയും അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ബിൽഡ് ആവുകയും അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് ബിൽഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ആക്ച്വലി ഗവൺമെൻറ് അതിനും വേണ്ടിയിട്ട് കറക്റ്റ്, ഗവൺമെൻറ് എന്നുള്ളതല്ല, നമ്മുടെ സൊസൈറ്റി, അത് ഏത് ഗവൺമെൻറ് ആവട്ടെ, ഏത് കക്ഷി രാഷ്ട്രീയ ആവട്ടെ, നമ്മുടെ സൊസൈറ്റി എപ്പോഴും അതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്രത്തിൽ പണ്ട് അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയായിരുന്നില്ല. അതുപോലെ തന്നെ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള റെവല്യൂഷൻ ഉണ്ട്. അതായത് മീഡിയ നമ്മുടെ നാട്ടിലെ വ്യവസായത്തിന് അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ അന്തരീക്ഷത്തെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമുണ്ട്. മീഡിയ എന്ന് പറയുന്നത് ന്യൂസ് ചാനൽ മാത്രമല്ല, സിനിമകൾ ഉൾപ്പെടെ. അപ്പോൾ സിനിമകളിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് തോൽവികളെക്കുറിച്ച് അല്ലെങ്കിൽ സംരംഭകനായതുകൊണ്ട് ജീവിതം മുഷിഞ്ഞ കഥകളിൽ നിന്നും മാറിയിട്ട് സംരംഭകത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ സക്സസ് ആവുന്ന കുറേ സിനിമകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സൊസൈറ്റി വളരെ പോസിറ്റീവായിട്ട് കാണുകയും സൊസൈറ്റി അതിനെ എൻകറേജ് ചെയ്തു എന്നുള്ളതാണ്. അതായത് അതിലേറ്റവും വലിയൊരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് പാരൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ പാരൻസിൻ്റെ ട്രാൻസിഷൻ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. അതായത് നമ്മൾ ഒരു എഞ്ചിനീയർ ആവണം, ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവണം എന്ന് പറയുന്ന ആ ഒരു നറേറ്റീവിൽ നിന്നും ആക്ച്വലി പെട്ടെന്നൊരു ഞാനൊരു എൻ്റർപ്രണർ ആവണം എന്ന് പറയുമ്പം ശരിക്കും ടിപ്പിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറവാണ് നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. കാരണം പുതിയതിനോട് എപ്പോഴും വിമുഖത ഉണ്ടായിരുന്ന ഒരു പാരൻ്റ് ആയിരുന്നു. പക്ഷേ മേ ബി കോവിഡിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അത്തരത്തിലുള്ള ട്രാൻസിഷൻ അത് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു എന്നുള്ളത്. അത് പൊളിറ്റീഷ്യൻസ് മുതൽ പൊളിറ്റിക്കൽ പാർട്ടീസ് മുതൽ ഗവൺമെൻറ് ആവട്ടെ, പ്രതിപക്ഷമാവട്ടെ, ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലോക്കലി ഉള്ള ഓർഗനൈസേഷൻസിന് വരെ അത് ഏറ്റുപിടിക്കാൻ പറ്റി. അപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ തന്നെ യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, യൂത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ കേരള ആസ് എ സ്റ്റേറ്റ്, കേരളത്തിൽ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും വ്യക്തമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ അഡ്വാൻറ്റേജ് ആയിരുന്നു. ഡിസഡ്വാൻറ്റേജസ് ഫണ്ടിങ് ആയിരുന്നു. അതിപ്പോഴും നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. സോ ബേസിക്കലി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ പ്രൂവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 0 to 1 അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഇൻക്യുബേഷൻ ടു ആക്സിലറേഷൻ, ഈ പറഞ്ഞ പോലെ ഏർലി സ്റ്റേജ് ഫണ്ടിങ്, ഇപ്പോൾ ഗ്രാൻഡായിട്ട് 15 lakhs വരെയും, പിന്നെ സീഡ് ഫണ്ട്, ഇക്വിറ്റി ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, മെൻറ്റർഷിപ്പ്, മാർക്കറ്റ് ആക്സസ് സാധനങ്ങളാണ്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ആ 1 എന്നുള്ള സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്കെയിലിംഗ് സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ കണക്റ്റ്, മാർക്കറ്റ് ആക്സസ് പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചിലത് ഈ പറഞ്ഞ പോലെ ആക്സിലേറ്ററുകൾ ചിലത് വർക്കായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഒരു വൈ കോമ്പിനേറ്റർ ഇവിടെ വന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചിലർ ബാംഗ്ലൂർക്ക് മൂവ് ചെയ്ത്, ചിലത് SF സിലിക്കൺ വാലിയിലേക്ക് അങ്ങനെയുള്ളതിലേക്ക് മൂവ് ചെയ്തു. പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട് ഇനി അടുത്ത ഒരു എന്താ പറയുക ഒരു ഗ്ലോബൽ കമ്പനീസിനെ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 100 ഒരു യൂണിക്കോൺസിനെ അടുത്തൊരു 10 വർഷത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ റമീസിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിൽ ഏത് സെക്ടർ അല്ലെങ്കിൽ ഏത് ഫേസിലേക്കാണ് ഫോക്കസ്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5ാമത്തെ ഫേസിൽ നമ്മൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒരു 15 കൊല്ലം കൊണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഡീപ് ടെക്, ക്രിയേറ്റീവ് എക്കണോമി, AI അങ്ങനെയുള്ള സെക്ടറിലേക്കാണ് നമ്മുടെ ഇനി കുറച്ചും കൂടി ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഒരു ഹബ്ബ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആർ യു അഗ്രി വിത്ത് ദിസ് പോയിന്റ് ഓർ ലൈക്ക് ഡു യു ഹാവ് എനി സജഷൻസ് ടു ഫോക്കസ്?
ഒരു വൺ വേർഡ് ആൻസർ സെക്ടർ അഗ്നോസ്റ്റിക് ആവണം എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിൻ്റെതായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ഡിസഡ്വാൻറ്റേജസിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഇപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ലാൻഡ് ഇല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് അതിർത്തി കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 500 ഏക്കർ ഫാക്ടറി വരണം എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. അല്ലെങ്കിൽ ബാംഗ്ലൂർ നല്ല ടാലൻസിനെ ഇവിടെ കിട്ടുന്നുണ്ട്, കേരളത്തിൽ കിട്ടുന്നില്ല. അതൊരു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിലും അർത്ഥമില്ല. കാരണം ബാംഗ്ലൂരിലുള്ള കൾച്ചർ നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചെറുപ്പം മുതൽ ശീലിക്കുകയും പഠിക്കുകയും കാര്യങ്ങളും ബാംഗ്ലൂരിലുള്ള ഒരു കൾച്ചറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എട്ടെക്കിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്നൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു D2C പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നോർത്ത് ഇന്ത്യയിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കി അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലൊരു സ്റ്റാർട്ടപ്പിന് പാൻ ഇന്ത്യ പോകുന്ന അത്ര എളുപ്പത്തിൽ കേരളത്തിലുള്ളൊരു സ്റ്റാർട്ടപ്പിന് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാതിരിക്കേണ്ട. കേരളത്തിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും എക്സ്പാൻഡ് ചെയ്യുന്നതിനേക്കാളും ഈസി ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഡയസ്പോറ ഉണ്ട്. ഏത് നാട്ടിലൊരു മലയാളി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ മലയാളി ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, സഹായിക്കാൻ മെൻറ്റാലിറ്റിയെ മലയാളി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇൻ്റർവെലിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയാറുണ്ട്, ഇൻ്റർവെലിൻ്റെ മേജർ റവന്യൂ വന്നിരുന്നത് എന്നും GCC എന്നായിരുന്നു. GCCയിലൊന്നും ഞങ്ങൾ ഒരു രൂപ പോലും മാർക്കറ്റിങ്ങിന് ചിലവാക്കിയിട്ടില്ല. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 10 പ്രവാസികൾക്ക് അധികം കൊടുക്കാൻ മനസ്സുള്ളവർ തന്നെയാണ് പ്രവാസികൾ. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ട് സെക്ടർ സ്പെസിഫിക് ആവുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഏരിയ പറയാനുള്ളത്, നമുക്ക് കുറേ സോഷ്യൽ വാല്യൂസ് ഉണ്ട് കേരളത്തിൽ. അത് പല റീസൺസിനെ കൊണ്ട്. ഇപ്പോൾ ഏത് മതവിഭാഗക്കാരായി കഴിഞ്ഞാലും, ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ മദ്രസ പഠനം കഴിയുന്നു, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ പഠനം കഴിയുന്നു. ഇനി ഏത് മതവിഭാഗമായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വാല്യൂസ് നമ്മുടെ സ്കൂളുകളിലും അല്ലാതെ കമ്മ്യൂണിറ്റി വൈസും ക്ലബ്ബുകളൊക്കെ ആയിട്ട് നമുക്ക് ആ വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എംപത്തറ്റിക് ആയിട്ട് സോഷ്യൽ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജെൻ റോബോട്ടിക്സ്, അതേപോലെ നമ്മുടെ സോളാർ AI ബോട്ടുള്ള, അതുപോലെ നേത്രാസമി, അങ്ങനെ കുറേ സ്റ്റാർട്ടപ്സ് ഗ്ലോബലി പോവുകയും ഗ്ലോബൽ അറ്റൻഷൻ ലഭിക്കുകയും. ഇപ്പോൾ എനിക്കൊന്നും ജെൻ റോബോട്ടിക്സിന് ഏതൊരു ഫൗണ്ടറോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആനന്ദ് മഹീന്ദ്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, സോഹ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു കേരള സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് അതുപോലൊരു സ്റ്റാർട്ടപ്പ് കേരളത്തിൽ നിന്ന് ബിൽഡായി എന്നുള്ളതിൻ്റെ ഉത്തരം അവരുടെ വാല്യൂസ് മാത്രമാണ്. കാരണം കോഴിക്കോട് മാൻഹോളിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായി തോന്നുകയും അതിനൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് നമ്മുടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജസ് ഉള്ള ഒരുപാട് ഏരിയാസ്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ആ സെക്ടർസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ എക്സൽ ചെയ്യുക, അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഏറ്റവും അടിപൊളി സെക്ടറാണ് ക്രിയേറ്റീവ് ടെക് എക്കണോമി അല്ലെങ്കിൽ ക്രിയേറ്റീവ് എക്കണോമി. അത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബലി അല്ലെങ്കിൽ പാൻ ഇന്ത്യ ലെവലിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിനിമയാണ്. നിങ്ങൾ എവിടെ പോയിക്കോ, നിങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ മലയാളി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൗഡ് മൊമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടന്റ് ആണ്. അപ്പോൾ ഒരു കോണ്ടന്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് സിനിമ മാത്രമാണോ? അല്ല. നമുക്ക് കാർട്ടൂൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെയും ബേസ് സ്റ്റോറിയാണ്. അതിന് ഈവൻ പെസ്സോ ഫിഫയോ എടുത്തു കഴിഞ്ഞാലും PUBGയോ GTA എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും ബേസ് സ്റ്റോറിയാണ്. അപ്പോൾ ആ കോണ്ടന്റിനെ മാക്സിമം മോണിറ്റൈസ് ചെയ്ത് എങ്ങനെ ഇൻഡസ്ട്രീസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൻ്റെ അഡ്വാൻറ്റേജസിനെ മനസ്സിലാക്കിയിട്ട്, കേരളത്തിൻ്റെ മെറിറ്റ്സിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സെക്ടേഴ്സിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതായിരിക്കണം നെക്സ്റ്റ് ഫ്യൂച്ചർ തോട്ട് പ്രോസസ്സ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കേരള ടാലൻറ്റ് ഈസ് എവരിവെയർ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രെയിൻ ഡ്രെയിനായിട്ട് ഇപ്പോൾ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി എനിക്കാണ് റീസെൻ്റ്ലി രാജ്യ മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിങ്ക്ഡിൻ്റെ സർവേ പ്രകാരം 40,000 പേരാണ് കഴിഞ്ഞ 3-4 മാസത്തിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ കേരളത്തിൽ അതിൻ്റേതായ യുണീക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കുറ്റം പറയുന്നവർ പറയട്ടെ, പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ്. ഇപ്പോൾ EODB, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ റാങ്കിങ് നമ്മളൊക്കെ പണ്ട് പറയുമായിരുന്നു. സിനിമകളിലൂടെയാണ് കേരളത്തിലൊരു ഓൺട്രപ്രണൽ ക്ലൈമറ്റ് നമ്മൾ പറഞ്ഞിരുന്നത്. വരവേൽപ്പ്, ദാക്ഷായണി ബിസ്ക്കറ്റ്, അവിടെ നിന്ന് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം വരെ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, ഇനി മാറും. ഇപ്പോൾ 2026 ഇപ്പോൾ ഒരു ഇലക്ഷൻ ഇയറും കൂടി ആയതുകൊണ്ട് ഞാനൊരു കൈൻഡ് ഓഫ് ഒരു ഇലക്ഷൻ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച് നിർത്താം. കഴിഞ്ഞ ഇനിയുള്ള 5 വർഷം 2031 എത്തുമ്പോൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? 2 ക്വസ്റ്റ്യനാണ് അതിലുള്ളത്. ഒന്ന്, എന്ത് ചേഞ്ച് ആയിരിക്കും 2031 കേരളം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വരാൻ പോകുന്നൊരു ചേഞ്ച്, അതിനെക്കുറിച്ച് പറയുക. രണ്ടാമത്തത്, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫണ്ട് റേസ് ചെയ്യുന്നത് കൊണ്ടോ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടോ മാത്രമല്ല, മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സക്സസ് എങ്ങനെ നോക്കിക്കാണുന്നു? ഈ 2 ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ആൻസർ ചെയ്യാം. ഞാൻ ചോദിച്ചു വന്നപ്പോൾ വിചാരിച്ച 5 വർഷം, അടുത്ത 5 വർഷം ആരാ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം.
ബേസിക്കലി ഞാൻ ഈ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പത്രം തന്നെയാണ് ഇതിൻ്റെ ആൻസർ. അതായത് നമ്മൾ ഇപ്പം കാണുമ്പോൾ എല്ലാം സ്റ്റാർട്ടപ്സ് ആണല്ലേ, പക്ഷെ അതിൽ ചെറിയൊരു ഷിഫ്റ്റ് വരുന്നത് മൈനർ കമ്മ്യൂണിറ്റീസ് ബിൽഡായി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ D2Cയുടെ കുറേ ഷാനിൻ്റെ കുറേ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ D2C എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റമായിട്ട് അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എട്ടെക്ക് ഒരു എക്കോസിസ്റ്റമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിയേറ്റീവ് ടെക്കിൽ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ കേരളത്തിന് പ്രൗഡായിട്ട് പറയാനുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി ആവുന്ന 2-3 ഇൻഡസ്ട്രികൾ ബിൽഡായി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പം അതിൽ ഒരു 3 ഇൻഡസ്ട്രി കേരളത്തിൻ്റെ ഫേസായി മാറുകയും അതിലൊരു ഇൻഡസ്ട്രി ഏതാണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അടുത്ത സ്റ്റാർട്ടപ്പ് ഡിസൈൻ ചെയ്യുന്നതും ആക്ച്വലി. അപ്പം ആ 3 ഒന്ന് ക്രിയേറ്റീവ് ടെക് ആവും എന്നുള്ളതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രികളും ഉണ്ടാവും. അപ്പം അങ്ങനെ 2-3 ഫേസ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇമേജായി മാറുന്ന ഇൻഡസ്ട്രികൾ ഉണ്ടാവും. ആ ഇൻഡസ്ട്രികളുടെ പേരിലായിരിക്കും ഒരുപക്ഷെ കേരളം അറിയപ്പെടുന്നത്. അതൊരു പക്ഷേ ടൂറിസം ആവാം, ഒരു പക്ഷേ ടെക് ആവാം, D2C ആവാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടെക് ആവാം, ഇനി അതും അല്ലെങ്കിൽ സോഷ്യൽ ടെക് ആവാം. അത് മാനുഫാക്ചറിങ് ആവാം എത്രത്തോളം എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ റോബോട്ടിക്സ്, അത്തരം സാധ്യതകൾക്കും ഇവിടെ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ സോഷ്യൽ പ്ലസ് റോബോട്ടിക്സ് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് 5 വർഷം കൊണ്ട് ഞാൻ കേരളത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സ്റ്റാർട്ടപ്പിൻ്റെ സക്സസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റിന് പല ഡെഫിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലിൽ എന്നെ ഓരോ ദിവസവും, ഇൻ്റർവെൽ ഉണ്ടായിരുന്ന സമയത്ത് ഓരോ ദിവസവും എന്നെ സന്തോഷിപ്പിച്ചിരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചില ദിവസം റവന്യൂ ആയിരിക്കും, ചിലപ്പോൾ മാസം അവസാന റവന്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് എംപ്ലോയീസിൻ്റെ കൗണ്ടായിരിക്കും, ചില സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ കൗണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വെരി ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് മടുത്തു പോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിൽ നമ്മുടെ 6 മാസം മുന്നത്തെ റവന്യൂ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ 6 മാസത്തെ എംപ്ലോയി കൗണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ സസ്റ്റൈനബിൾ ആക്കുന്നത് നമ്മൾ എന്തിനിത് തുടങ്ങി, അല്ലെങ്കിൽ എന്തിനിത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റീസണാണ്. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ്, അല്ലെങ്കിൽ അത് എൻ്റെ അക്കൗണ്ട് ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അക്കൗണ്ട് ബാലൻസ് കുറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ കുറയും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ കുറയും. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാർ നമുക്ക് മേടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ കുറയും. പക്ഷെ നമ്മൾ തുടങ്ങിയത് ഒരാളുടെ മുഖം കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നം കണ്ടിട്ടായിരിക്കും. ആ പ്രശ്നം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ്സ് ഒക്കെ 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ റീസൺ അവർക്ക് സസ്റ്റൈനബിളി നിലനിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്തരം സ്റ്റാർട്ടപ്സ് ഇല്ലാതാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ലാതാവുമെന്ന് ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷേ ഇല്ലാതാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഇപ്പോഴേ മുന്നേറുക എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ കാര്യം എന്ന് പറയുന്നത് ഈ വഴി തന്നെയാണ്. ആ വഴിയിൽ നിന്നാണ് നമ്മുടെ വിഷൻ ഉണ്ടാവുന്നത്, ആ വിഷനിൽ നിന്നാണ് നമ്മുടെ കോഫൗണ്ടേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ കോഫൗണ്ടേഴ്സിൻ്റെ വഴിയും നമ്മുടെ വഴിയും മാച്ച് ആവേണ്ടതുണ്ട്. കോഫൗണ്ടർ കോൺഫ്ലിക്റ്റുകളാണ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ വിഷയം എന്നൊക്കെയാണ് VCകളുടെ പഠനം. അപ്പോൾ കോഫൗണ്ടർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് എന്താ? 3 പേര് ഒരുമിച്ച് വരുന്നു, 3 പേരുടെ റീസൺ 3. ഒരാൾക്ക് ഫെയിം വേണം, ഒരാൾക്ക് മണി വേണം, ഒരാൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ അത് മുന്നോട്ട് പോകില്ല. ഇനി എംപ്ലോയീസ് വരുമ്പം ജെൻസിയാണ് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ജെൻസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫ് അവർക്ക് എംപ്ലോയ്മെൻറ്റിലൂടെ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വർക്കാണ് അവർ എടുക്കേണ്ടത്? ആ എടുക്കേണ്ട വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിക്കാം എന്നുള്ളത് നമുക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ വഴിനെ ബിസിനസ്സിൻ്റെ എല്ലാ ബ്രാഞ്ചുമായിട്ടും ലിങ്ക് ചെയ്തിട്ട് ഒരു സസ്റ്റൈനബിൾ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇതായിരിക്കും സക്സസിൻ്റെ ഡെഫിനിഷൻ. നിങ്ങളുടെ നിങ്ങളുടെ വഴി എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ സക്സസ് ആവുന്ന കാലത്ത് നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റിൻ്റെ ഒരു എവല്യൂഷനെ കുറിച്ചാണ് ചർച്ച തുടങ്ങിയത്. പിന്നീട് അവസാനം ഒരു സ്റ്റാർട്ടപ്പ് ലൈഫ് സൈക്കിൾ, സ്റ്റാർട്ടിങ് ഫ്രം ഒരു എയർലി സ്റ്റേജ് ടു സ്റ്റഡി റവന്യൂ ഗ്രോത്ത്, അല്ലെങ്കിൽ സ്കെയിലിംഗ് സ്റ്റേജ് വരെ എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഡൈമെൻഷൻസ് പോകാമെന്നുള്ള ഡിസ്കഷൻ വരെ എത്തി. നമുക്കുള്ള ടൈം വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഫ്രം ഓഡിയൻസ്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്തിട്ട് നമുക്കിത് പതിയെ വൈൻഡപ്പ് ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ്? മൈക്ക് കൊടുക്കുമായിരുന്നെങ്കിലും. ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ ആണെങ്കിലും ഉണ്ടല്ലോ. യാ, യെസ്. ക്വസ്റ്റ്യൻ ആരോടാണ്? ഹലോ, ഓക്കെ, റമീസ്കനോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ എഡ്ടെക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ക്രൈവ് എന്നുള്ള ഒരു
സ്റ്റാർട്ടപ്പിലോട്ട് വരാനുള്ള കാരണം? നമ്മുടെ ടോപ്പിക്കുമായിട്ട് റെലവൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. എട്ടക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, എട്ടക്ക് അവിടെ തന്നെയുണ്ട്, എട്ടക്ക് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എക്സിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നതിന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ. ആ റീസൺ തന്നെയാണ് എൻ്റെ റീസൺ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അൾട്ടിമേറ്റ്ലി എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് കാശ് കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത് തുടങ്ങിയത് എട്ടെക്കിൽ എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്ന് പറയുന്നതിന് ലീഗൽ റീസൺസ് ഒരു റീസൺ ആയിരുന്നു. രണ്ട്, ഞാൻ പുതിയ ഓപ്പർച്യൂണിറ്റികൾ തേടി പോയി എന്നുള്ളതാണ്. പിന്നെ വൺസ് എൻ ഓൺട്രപ്രണർ ഓൾവേസ് എൻ ഓൺട്രപ്രണർ, വൺസ് എ ബിൽഡർ ഓൾവേസ് എ ബിൽഡർ. എനിക്ക് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് കാശ് ഉണ്ടാക്കണം എന്നുള്ള മനസ്സുണ്ടായിരുന്നു. അപ്പോൾ കാശ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രി. എനിക്ക് അടുത്ത 5 വർഷത്തേക്ക് കാശ് വേണ്ട, അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് ഇനി എനിക്ക് ഒരു പൈസയും വേണ്ട. 10 വർഷം കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയൊരു പൈസ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തിരഞ്ഞ് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരു ഇന്നോവേറ്ററും ഓൺട്രപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. Any other questions? ഹലോ, റമീസ് ഖാനോടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വെജിടെക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ AI ആണല്ലോ നമ്മളെ ടോപ്പിക്കും. ഗ്രാസ് റൂട്ട് ലെവലിൽ അഥവാ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ നിലവിലെ കേരള സിലബസും അതല്ലാതെ ഇന്നിപ്പോൾ മുന്നത്തെ സെഷനിലൊക്കെ ചർച്ച ചെയ്ത പോലെ വേൾഡ് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. എങ്ങനെ നമ്മുടെ ചെറിയ മക്കളിലേക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഇവർക്ക് ഇതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും? ട്രെയിനിങ് ആണോ? എങ്ങനെ ഇവരെ അപ്ഡേറ്റഡ് ആക്കി നിർത്താൻ പറ്റും പൊതുവെ നമ്മുടെ ഇപ്പോഴത്തെ കൺവെൻഷണൽ സിലബസുമായി കമ്പയർ ചെയ്യുമ്പോൾ? അതിന് ഒരൊറ്റ പ്രാക്ടിക്കൽ സൊല്യൂഷനേ ഉള്ളൂ, പോളിസിയിൽ വരുന്ന ചേഞ്ചസ്. അതായത് ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് വിചാരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? CBSE ത്രൂ, കേരള സ്റ്റേറ്റ് ത്രൂ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എട്ടെക്കിന് ഇത് പോസിബിൾ അല്ല. എട്ടെക്ക് അധികം ട്രൈ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് അറിയോ, എട്ടെക്കിൽ ബേസിക്കലി K12 പേ ചെയ്യുന്നത് പേരൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, പേരൻസ് ഇന്നത്തെ ദിവസം എന്തിനാണ് പേ ചെയ്യാൻ തയ്യാറുള്ളത്? മാർക്ക് കൂടുമെങ്കിൽ അവർ പേ ചെയ്യാൻ തയ്യാറാണ്, എൻട്രൻസ് കിട്ടുമെങ്കിൽ അവർ പേ ചെയ്യാൻ തയ്യാറാണ്. K12 പുറത്താണെങ്കിൽ ഡിഫറെൻറ്റ് ഗെയിമാണ്. ഈ 2 റീസണിൽ സോൾവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വെഞ്ചർ ബാക്ക്ഡ് ആണ്, ഒരു 5 ഇയേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ് ബിൽഡിങ്. അതാണ് ആൻസർ. ഹലോ, എൻ്റെ പേര് ഫാസിൽ, മലപ്പുറം ജില്ലയിൽ നിന്ന് വെളിയങ്കോട് നിന്ന് വരുന്നത്. നാസിഫ് ഖാനോട്, മലപ്പുറം ജില്ലയിൽ നിന്ന് പൊന്നാനി. നാസിഫ് ഖാനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ നമ്മുടെ ഗ്രാസ് ലെവലിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. നേരത്തെ റമീസ് ഖാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു. പക്ഷേ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു വേക്ക് ഒരുപാട് പേർക്ക് എത്താൻ കഴിയണില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളും ഐഡിയാസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ തന്നെ അവിടേക്ക് ആക്സസിബിലിറ്റി വളരെ കുറവാന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ ഒന്നും കൂടിയും ഗ്രാസ് ലെവലിൽ ഇറങ്ങി ചെല്ലാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ വരുന്ന ജനറേഷന്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ മെസ്സേജിലൂടെ നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റും? നമുക്കും ആഗ്രഹങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നാമത് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ടീമാണ്. കേരളം മൊത്തം പ്രസൻസ് ഈ പറഞ്ഞ പോലെ 10ഓളം സെൻറ്ററുകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ. അതിൽ ഒരു 50 താഴെ മെമ്പേഴ്സുള്ള ടീമാണ് സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എല്ലായിടവും എത്താൻ പറ്റുക എന്നുള്ളതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു കർണാടകയുടെ എക്സാമ്പിൾ എടുക്കാം. വി ഓൾ നോ ബാംഗ്ലൂർ ഈസ് ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിൽ മാത്രമാണ് അവിടുത്തെ ആക്ടിവിറ്റീസ് മോസ്റ്റ്ലി നടക്കുന്നത്. മറ്റുള്ള ഇപ്പോൾ റീസെൻ്റ്ലി ദേ ടുക്ക് ദ ന്യൂ ഇനിഷ്യേറ്റീവ് കോൾ ബിയോണ്ട് ബാംഗ്ലൂർ ആൻഡ് ഓൾ, മറ്റുള്ള ഗ്രാസ് റൂട്ട് Tier 2 and Tier 3 സിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്തത്. പക്ഷേ കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഒരു സിറ്റിയിൽ മാത്രം ഫോക്കസ്ഡ് അല്ല. സോ വി ഹാവ് നമ്മൾ കേരളം എന്ന് പറയുന്ന ചെറിയൊരു സ്റ്റേറ്റിൽ സ്റ്റാർട്ടിങ് ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ് 14 ഡിസ്ട്രിക്ട്സിലായിട്ട് പല ആക്ടിവിറ്റീസ് ഇപ്പോൾ നമുക്ക് കാണാം. നമ്മളെല്ലാ എക്സ്പീരിയൻസ് ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് 3 പ്രധാനപ്പെട്ട ഹബ്ബ്, അതിന് താഴെ പല റൂറൽ സോഷ്യൽ സെൻറ്ററുകളുണ്ട്. ഇപ്പോൾ മലപ്പുറം പോലുള്ള ഒരു എമർജിങ് ഒരു എന്താ പറയുക Tier 2 അല്ലെങ്കിൽ Tier 2 സിറ്റിയിൽ തന്നെ നടക്കുന്ന സ്കെയിലപ്പ് എന്ന് പറഞ്ഞ കോൺക്ലേവ്, ഇതുപോലെ കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആക്സസിബിലിറ്റിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും ഫോണിലായാലും ഇതിലും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഏജൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ സെൻറ്ററുകളിലേക്ക് നമ്മൾ അനദർ 2-3 months കൂടുതൽ ആളുകളെ ഡിപ്ലോയ് ചെയ്ത് അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു
നിങ്ങൾ എല്ലാവർക്കും അറിയുണ്ടാവും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അല്ലേ. അപ്പോൾ മൂപ്പരാൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്കൂൾ ലെവലിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ +1 +2 എന്നൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സെക്ടറിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങും, ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇനിയിപ്പോൾ അതല്ല ഹാം ഫോഴ്സ് ഡിഫെൻസിലേക്കാണെങ്കിൽ അവർക്ക് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ നമുക്ക് ആക്സസിബിലിറ്റീന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കവർ ചെയ്യാൻ ഇങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ ഒരു സൊല്യൂഷൻ ആവില്ലേ? നമുക്ക് സക്സസ് ആയതിനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്തുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായി. ഡെഫിനറ്റ്ലി നമുക്കത് കൊണ്ടുവരാം. നമുക്ക് അവിടെ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കൊച്ചി ക്യാമ്പസിലായിരിക്കുന്നത്. അത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇന്നോവേഷൻ ഹബിൻ്റെ കൺട്രി. എനിക്ക് അറിഞ്ഞൂടെ എത്ര വലിയ കളമശ്ശേരിയിലെ ക്യാമ്പസ് വന്നിട്ടുണ്ടെന്ന്. അതൊരു ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് പോലെ തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ വലിയൊരു ഹബ്ബാണ്. ഒരു 8ഓളം ബിൽഡിങ്ങിലായിട്ട് നടക്കുന്ന ഒരു സ്പേസിൽ. അപ്പോൾ അവിടെ ഒരു ദിവസം തന്നെ 10-15 പേരെങ്കിലും വരാറുണ്ട് റാൻഡമായിട്ട്. അപ്പോൾ എല്ലാവരുടെയും ഐഡിയ ഉണ്ട്. നമ്മൾ അവിടെ ഉള്ള ഞങ്ങളുടെ അതർ ഒഫീഷ്യൽസ് ആയാലും എല്ലാവരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഐഡിയയിലല്ല കാര്യം, എക്സിക്യൂഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് തടസ്സങ്ങളായിട്ട് പലതുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൂപ്പിലിരിക്കുന്ന 99 അല്ലെങ്കിൽ 100% ആളുകൾക്കും ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ടാവും. പക്ഷേ അതിൽ മേ ബി ഒരു 5% ആളുകളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവരും മനസ്സിൽ ഐഡിയ വെച്ച് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇതിലാണ് ഞാൻ പറഞ്ഞത്, ഈ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസ് ആകുമ്പോൾ അവിടുന്ന് നമുക്ക് ട്രെയിനിങ്സ് തുടങ്ങാം. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് കൊടുത്താൽ ആ ഒരു ഐഡിയനെ നമുക്ക് എക്സിക്യൂട്ടീവിലേക്ക് എത്തിക്കാനുള്ള ഒരു ടൈം കിട്ടും. നമ്മൾ തുടങ്ങിയത് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം തുടങ്ങി തന്നെ സ്കൂളുകൾ ലെവലിൽ റോബോട്ടിക് കിറ്റുകൾ തുടങ്ങി, പിന്നെ കോളേജ് ലെവലിൽ IEDC, പിന്നെയാണ് സ്റ്റാർട്ടപ്പിലേക്ക് ഫോക്കസ് തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ATL അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ പോലെ സ്കൂളുകളിലുണ്ട്. സ്കൂൾ ലെവലിൽ തന്നെ കുറേ റോബോട്ടിക്സ്, 3D പ്രിൻറ്റിംഗ് മുതൽ പലതരം എന്താ പറയുക ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള പല ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ കറൻറ്റ്ലി സ്കൂളുകളിൽ ടാർഗറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഉടനെ തന്നെ വരും. ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിൽ നമ്മൾ വേൾഡ് ബാങ്കായിട്ട് പാർട്ണർ ചെയ്തിട്ട് SSK ഏർലി ഇന്നോവേഷൻ സെൻറ്ററുകൾ കേരളത്തിലെ 100ഓളം സ്കൂളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സ്കൂൾ ലെവലിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓൺട്രപ്രണർഷിപ്പിനുള്ള ട്രെയിനിങ്ങും മറ്റുള്ളതും പതിയെ തുടങ്ങും. ഓക്കെ, താങ്ക് യു റമീസ്ക, അടിപൊളിയുണ്ട്. Thank you. Thank you so much. We are inviting the questionnaire session with your permission, sir. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിൽ we would love to extend the token of gratitude, a very small token of love to both of you for delivering such a wonderful session. Can we have a loud round of applause to these both speakers here? And it is my pleasure to welcome Ms. Saiba Nadeeb, and she will be doing the honors. We are so humbled to have you here, ma'am. Starting with Mr. Nasif NM, our lead for Programs and Communications, Kerala Startup Mission. A heartfelt gratitude on behalf of Scale Up Conclave, on behalf of everybody here. നമുക്ക് നന്നായിട്ടൊന്ന് കൈയടിക്കാട്ടോ പ്ലീസ് എല്ലാവരും ചേർന്ന്. So moving forward, we have just one more speaker of the session, and that is Mr. Rameez Ali. A huge round of applause to him as well. And this was a very complicated topic, the evolution of Kerala startup ecosystem, what's next, and they handled it so well.